പിറ്റേന്ന് രാവിലെ ഫോണിന്റെ ശബ്ദം കേട്ടാണ് ശിവ എണീറ്റത്. ഹലോ അലക്സി, പറ. അലക്സിയുടെ മറുഭാഗത്തു നിന്ന് കേട്ടതും ശിവയുടെ മുഖത്ത് ഒരു ക്രൂരത നിറഞ്ഞ ചിരി വിടർന്നു. അവൻ വേഗം പോയി ഫ്രഷായി വന്നു. അപ്പോഴേക്കും ലക്ഷ്മിയും ശങ്കറും പത്മിനിയും ശേഖരനും എല്ലാം എത്തി. അവർ ശങ്കറിനെയും ശേഖരനെയും വിളിച്ച് മാറ്റി നിർത്തി. ഞാൻ പുറത്തു പോവാ. വാവ് എണീറ്റ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. പുറത്തുപോയ കാര്യം പറയരുത്. ഞാൻ പെട്ടെന്ന് തന്നെ വരും. നീ എവിടേക്കാ ശിവ? അതൊക്കെ പിന്നെ പറയാം. ഒരു അത്യാവശ്യ കാര്യത്തിലാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ശിവ, നീ പോയി ഇനി ഒരു അപകടത്തിൽ ചാടല്ലേ. നമുക്ക് പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്താൽ മതി. അവിടെ വീട്ടിൽ പൂട്ടിയിട്ടവൻ വാതിലും തകർത്ത് രക്ഷപ്പെട്ടെന്ന് അറിയാലോ. അവരിനിയും വന്നാ ഇനി ഒരുത്തിനും വരില്ല. സംസാരിച്ചാൽ സമയമല്ല. ഞാൻ വേഗം വരാം. അവൻ വേഗം പുറത്തേക്ക് പോയി. അവൻ നേരെ തറവാട്ടിലേക്കാണ് പോയത്. പക്ഷെ അവൻ തറവാട്ടിൽ കാർ നിർത്തി അവിടെ കയറാതെ പിറകിലുള്ള ഒരു ഇരുനിലയുള്ള കെട്ടിടത്തിലേക്ക് പോയി. അവൻ വരുന്ന മഞ്ജു കണ്ടിരുന്നു. അവൾ അവൻ്റെ പിന്നാലെ, അവൻ കാണാതെ അവനെ പിന്തുടർന്നു. ശിവ വാതിൽ തുറന്ന് നേരെ മുകളിലേക്ക് കയറിപ്പോയി. വരാന്തയുടെ അറ്റത്തായുള്ള മുറിയിലേക്ക് കയറി. അവിടുന്ന് ആരെയോ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അവൾ വേഗം അവിടെ മറഞ്ഞു നിന്നു. ആ റൂമിലേക്ക് ചെറിയ ജനലുകൾ തുറക്കുന്ന ഒരു മുറിയുണ്ടായിരുന്നു. അവൾ അതിലേക്ക് കയറി. ചെറിയ കിളിവാതിൽ പോലെയുള്ള ജനൽ ചെറുതായി തുറന്ന് അതിലൂടെ നോക്കി. അവിടെ അലക്സയും സൂരജും ഉണ്ടായിരുന്നു. ആരെയോ ചെയറിൽ കെട്ടിയിട്ടുണ്ട്. മഞ്ജു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ശക്തിയുടെ അമ്മാവന്റെ മകൻ ശരണായിരുന്നത്. അവന്റെ വായിൽ നിന്നും ദേഹത്തുനിന്നെല്ലാം ചോര വരുന്നുണ്ട്. നീ എന്താടാ കരുതിയത്? എനിക്ക് നിന്നെ കണ്ടെത്താനാവില്ലെന്നോ? അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാ എന്റെ പെണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുതെന്ന്. എന്നിട്ട് കുറെ ഗുണ്ടകൾ വിട്ട് എന്റെ മുമ്പിൽ വെച്ച് അവളെ ദ്രോഹിച്ചു. എന്റെ പെണ്ണിന് വേദനിച്ചത് നിന്നെ ഞാൻ അറിയിക്കും. അവളെ കുത്തിയവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതി നീ സമാധാനിച്ച് കാണൂലേ? എനിക്ക് നിന്നെ മനസ്സിലാവില്ലെന്ന് നീ കരുതി. ഇനി നീ പുറലോകം കാണില്ല. നോക്കിക്കോ. ശിവ അതും പറഞ്ഞ് അവനിരുന്ന കസേര ആഞ്ഞു ചവിട്ടി. റോളിംഗ് ചെയറിൽ അവൻ കറങ്ങിക്കൊണ്ടിരുന്നു. പിന്നീട് തിരിഞ്ഞ് അലക്സിയോടും സൂരജിനോടായി പറഞ്ഞു, ഇവനെ ഇന്ന് തന്നെ ഇവിടുന്ന് മാറ്റണം. മഞ്ജുവിന് അവിടുത്തെ കാഴ്ച കണ്ട് സന്തോഷം അടക്കാനായില്ല. ഫോൺ എടുക്കാത്ത അബദ്ധമായി. ഇത് ഷൂട്ട് ചെയ്യായിരുന്നു. അവൾ വേഗം ജനൽ പതിയടച്ച് അവിടുന്ന് ശബ്ദം ഉണ്ടാക്കാതെ വീട്ടിലേക്ക് പോയി. ശിവ അലക്സിയെയും സൂരജിനെയും നോക്കി. അവർ പരസ്പരം കൈയടിച്ചുകൊണ്ട് ശിവക്ക് തംസപ്പ് കാണിച്ചു. ശിവ വന്ന് ശരണിന്റെ തോളിൽ കൈവച്ചു. അവൻ തലയുയർത്തി ശിവയെ നോക്കി. ഹോസ്പിറ്റലിൽ ശക്തി രാവിലെ എഴുന്നേറ്റത് മുതൽ ശിവയെ തിരക്കുകയാണ്. അവൻ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. എന്തോ കാര്യത്തിനായി ഡോക്ടർ വിളിച്ചതാണ് എന്ന് അവളോട് പറഞ്ഞു. ശക്തിയെ ലക്ഷ്മിയും പത്നിയും കൂടെ ഫ്രഷ് ആവാൻ സഹായിച്ചു. അവൾക്ക് ചായയും ഭക്ഷണവും കൊടുത്തു. അത്രയും നേരമായിട്ട് ശിവയെ കാണാത്ത ടെൻഷനിലായിരുന്നു ശക്തി. അവൾ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. വേണ്ട, എനിക്ക് ദേവേട്ടം വന്നിട്ട് മതി. അവൻ വരാൻ വൈകിയാലോ? മോള് കഴിക്ക്. പത്മിനി അവളെ കഴിക്കാനായി നിർബന്ധിച്ചു. വേണ്ട, ഞാൻ ദേവേട്ടം വന്നിട്ടേ കഴിക്കൂ. വാവാച്ചി, അവൻ വരാൻ വൈകിയാലോ? മോള് കഴിച്ച്. എന്നിട്ട് മരുന്ന് കഴിക്കാനുള്ളതാ. ശേഖരൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ദേവേട്ടൻ ഡോക്ടറെ അടുത്ത് പോയതാന്നല്ലേ പറഞ്ഞു. എന്നിട്ട് എത്ര നേരമായി? സത്യം പറ, ദേവേട്ടൻ എവിടെ പോയതാ? ഇല്ല മോളെ, അവൻ ഇപ്പോൾ വരും. എന്നാൽ ദേവേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചെന്ന് ഞാൻ ചോദിക്കട്ടെ? അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എല്ലാവരും കള്ളം പറയാം. ദേവേട്ടൻ വേറെ എവിടെ പോയതാ. ഞാൻ പറഞ്ഞ ദേവേട്ടനോട് ഇതിന്റെ പിന്നാലെ ഇനി പോവല്ലേന്ന്. എനിക്ക് പേടിയാവുക. എനിക്ക് ദേവേട്ടൻ ഇപ്പൊ കാണണം. ശക്തി കരയാൻ തുടങ്ങി. മോളെ കരയില്ലേ? അച്ഛൻ അവനെ ഇപ്പൊ തന്നെ വിളിക്കാം. ശങ്കർ വേഗം ശിവയെ വിളിച്ചു. ഹലോ, എന്താ അച്ഛാ? മോനെ, മോള് നിന്നെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുക. നീ വേഗം വാ. ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ പോരായിരുന്നോ? അങ്ങനെ തന്നെയാണ് ഇതുവരെ പറഞ്ഞ്. പക്ഷെ ഒരുപാട് നേരമായിട്ട് അവൾ നിന്നെ കാത്തിരിക്കുന്നു. ഭക്ഷണം പോലും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇപ്പോൾ മരുന്നായിട്ട് നേഴ്സ് വരും. ഭക്ഷണം കഴിക്കാൻ ഞാൻ എങ്ങനെയാ? നീ വരാതെ കഴിക്കില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക. ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ എത്താം. അവൻ ഫോൺ കട്ട് ചെയ്ത് അവരോട് പറഞ്ഞ ശേഷം വേഗം പോയി കാറെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. മോളെ, അവൻ ഇപ്പോൾ വരും കേട്ടോ. അപ്പോഴേക്കും ഭക്ഷണം കഴിച്ചെന്ന പത്മിനി അവളോട് പറഞ്ഞു. വേണ്ട, ഞാൻ കഴിക്കില്ല. വാവാച്ചി, വെറുതെ വാശി പിടിക്കില്ലേ. നല്ല തല്ല് കിട്ടും നിനക്ക്. മര്യാദ കഴിക്കാൻ നോക്ക്. ഇല്ല, എനിക്ക് വേണ്ട. അവൾ അതും പറഞ്ഞ് കണ്ണടച്ച് കിടന്നു. എന്നാൽ ശിവ വന്നോട്ടെ പത്മിനി. അവൾക്കിനി അവനെ കാണാതെ സമാധാനമാവില്ല. ലക്ഷ്മി പറഞ്ഞു. ഞങ്ങളെന്നാ ഡോക്ടറെ കണ്ട് ഇപ്പോൾ വരാം. അത് പറഞ്ഞ് ശങ്കറും ശേഖരനും പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മരുന്ന് കൊടുക്കാനായി നേഴ്സ് വന്നു. മോള് ഭക്ഷണം കഴിച്ചിട്ടില്ല, ലക്ഷ്മി നേഴ്സിനോട് പറഞ്ഞു. അതെന്താ ഇത്രയും നേരമായിട്ട്? മരുന്ന് കൊടുക്കാനുള്ളല്ലേ? അത് മോൻ വന്നിട്ട് കഴിക്കാൻ വേണ്ടി ഇരുന്നതാ. അങ്ങനെ പാടില്ല മോളെ. മരുന്ന് കറക്റ്റ് സമയത്ത് കഴിച്ചില്ലല്ലേ വേദന വരും. എനിക്കിപ്പോൾ മരുന്ന് വേണ്ട. ഞാൻ ദേവേട്ടം വന്നിട്ട് കഴിച്ചോളാം. ശരി, ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്, അതിപ്പോൾ ചെയ്യണം. വേണ്ട, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. വാവാച്ചി, നല്ല തല്ലു വാങ്ങിക്കും നീ. പത്മിനി അവളോട് ദേഷ്യപ്പെട്ടു. വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. ശക്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന ഇഞ്ചക്ഷൻ ക്യാനുല പിച്ചി എറിഞ്ഞു. അത് പറിച്ചെറിഞ്ഞതും അവളുടെ കയ്യിൽ നിന്ന് ചോര വന്നു.
അയ്യോ മോളെ, നീ എന്തീ കാണിക്കുന്നേ? പത്മിനിയും ലക്ഷ്മിയുമെല്ലാം അവളുടെ അടുത്തേക്ക് വന്ന് കൈ വേഗം പിടിച്ചു. വേണ്ട, ആരും എന്നെ തൊടണ്ട. അവൾ കരഞ്ഞുകൊണ്ട് കൈവലിച്ചു. നേഴ്സ് കൈ തുറക്കാൻ നോക്കിയെങ്കിലും അവൾ സമ്മതിച്ചില്ല. അപ്പോഴേക്കും ശിവ വന്നിരുന്നു. ഡോറ് തുറന്നപ്പോൾ എല്ലാവരും ശക്തിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവൻ്റെ ഉള്ളുന്ന് കാളി. അവൻ ഓടിച്ചെന്ന് എല്ലാവരെയും മാറ്റി ശക്തിയുടെ അടുത്തേക്ക് കട്ടിലിരുന്നു. എന്താ എന്താ മാവേ? ശക്തിക്ക് അവനെ കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. എന്നാൽ അവൾ അവനോടൊന്നും മിണ്ടാതെ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. നീ എവിടെയായിരുന്നു ശിവ? ലക്ഷ്മി അവനോട് ദേഷ്യപ്പെട്ടു. മോനെ, നീ വരാതെ ഒന്നും കഴിക്കില്ലെന്ന് പറഞ്ഞ് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, മരുന്നും കുടിച്ചിട്ടില്ല. ഇഞ്ചക്ഷൻ എടുക്കാൻ നോക്കിയപ്പോഴേ കയ്യിലെല്ലാം വലിച്ചെറിഞ്ഞു. പത്മിനി കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അവൻ അവളുടെ കൈ ശ്രദ്ധിച്ച് കയ്യിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു. അയ്യോ മോളെ, നീ എന്താ ചെയ്യുന്നേ? അവൻ വേഗം അവളുടെ കൈ പിടിച്ച് സിസ്റ്ററുടെ കയ്യിൽ നിന്ന് കോട്ടം വാങ്ങി ചോര ഒപ്പിയെടുത്തു. ശക്തിയുടെ ദേവേട്ട വന്നല്ലോ, ഇനി ഇഞ്ചക്ഷൻ എടുത്തൂടെ? സിസ്റ്റർ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ശിവ തന്നെ അവളുടെ കൈ പിടിച്ചു കൊടുത്തു. ഇഞ്ചക്ഷൻ എടുക്കുന്നത് അവൾക്കായിരുന്നെങ്കിലും വേദന മുഴുവൻ ശിവയുടെ മുഖത്തായിരുന്നു. ഇത് ഭക്ഷണം കഴിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അവർ മരുന്ന് കൊടുത്തിട്ട് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും ലക്ഷ്മി അവൾക്കുള്ള ഭക്ഷണം വിളമ്പി ശിവയുടെ കയ്യിൽ കൊടുത്തു. ശിവ, നീ മോൾക്ക് ഫുഡ് കൊടുക്ക്, ഞങ്ങൾ അപ്പോഴേക്കും വരാം. വാ പത്മിനി. അവർ പോയപ്പോൾ ശിവ വാതിലടച്ചു. അവൾക്കായുള്ള ഭക്ഷണം എടുത്ത് അടുത്തിരുന്നു. ശക്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല. ദേഷ്യം കൊണ്ടും പരിഭവം കൊണ്ടും വിറക്കുന്ന അവളുടെ മുഖം കണ്ടിട്ട് ശിവ ഒന്ന് ചിരിച്ചു. നമുക്ക് ഭക്ഷണം കഴിക്കാൻ വാവേ? എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നമ്മൾ ഒരുമിച്ചല്ലേ ഒന്നും കഴിക്കാറുള്ളത്. എനിക്ക് വേണ്ട. ശിവ അവളുടെ അടുത്തിരുന്ന് അവളെ ദേഹത്തോട് അടുപ്പിച്ചു. വേണ്ട, എന്നെ തൊടേണ്ട ദേവേട്ടെ. ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ പോവല്ലേന്ന്. അവരുടെ സ്വഭാവം ഏട്ടന് മനസ്സിലായില്ലേ? ഏട്ടൻ അവരെന്തെങ്കിലും ചെയ്യും. ഒന്നിനും മടിക്കാത്തവരെന്ന് ഏട്ടൻ മറന്നുപോയോ? ഇല്ല മോളെ, ഏട്ടൻ തറവാട്ടി പോയതല്ലേ. നീ അച്ചാച്ചനോട് ചോദിച്ചു നോക്ക്, അച്ചാച്ചൻ പറഞ്ഞുതരും. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്തൊന്നും ദേവേട്ടൻ പോവുകയാണെങ്കിൽ അത് വെറുതെ ആവില്ലെന്ന് എനിക്കറിയാം. എന്നോട് കള്ളം പറയണ്ട, എനിക്ക് കേൾക്കേണ്ടതൊന്നും. ഏട്ടൻ എൻ്റെ വാക്കിനേക്കാൾ വലുതാണല്ലോ പ്രതികാരം. എന്നാ ചെല്ല്, വേഗം പൊക്കോ. ശക്തി നിന്ന് കിതച്ചു. ശിവ അവളുടെ താടി പിടിച്ച് മുഖത്തേക്ക് നോക്കി. അവൾ അവൻ്റെ കൈകൾ തട്ടി മാറ്റി. ശിവ ചിരിച്ചുകൊണ്ട് അവളുടെ നെഞ്ചിലേക്ക് തലവെച്ച് അവളുടെ പുറത്തൂടെ കൈ ചേർത്ത് നെഞ്ചിൽ അമർന്ന് കിടന്നു. ശക്തി ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും അവളും പതിയെ കണ്ണുകൾ അടച്ച് അവൻ്റെ തലയിലേക്ക് തലയയച്ച് കിടന്നു. അവളുടെ ശ്വാസോച്ഛ്വാസം നേരെയായപ്പോൾ അവൻ തലപൊങ്ങിച്ച് അവളെ നോക്കി. പതിയെ എണീറ്റ് കലങ്ങിയ കണ്ണുകളിൽ അവൻ ഉമ്മ വെച്ചു. എൻ്റെ മോള് എന്നോട് മിണ്ടില്ലേ? ശക്തി ഒന്നും പറയാതെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. വാവേ, നിനക്കറിയില്ലേ എന്നെ? എനിക്ക് അവർ വെറുതെ വിടാനാവും തോന്നുന്നുണ്ടോ? നീ കേട്ടതല്ലേ, എന്നെ തകർക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ്. നിന്നെ വെച്ച് മാത്രമേ അതിന് സാധിക്കുള്ളൂ എന്ന് അവർക്കറിയാം. അതറിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരിക്കണോ? എൻ്റെ കൺമുമ്പിൽ കിടന്ന് നീ അനുഭവിച്ച വേദന ഞാൻ കണ്ടില്ലെന്ന് നടിക്കണോ? ഞാൻ അവരൊന്നും ചെയ്യാതിരുന്ന അവരിനി നമ്മളെ ഉപദ്രവിക്കാൻ വരില്ലെന്ന് തോന്നുന്നുണ്ടോ വാവക്ക്? പറ ഏട്ടാ. എനിക്കറിയാം എൻ്റെ മോളുടെ പേടി. ഏട്ടനെല്ലാം നോക്കിയും കണ്ടേ ചെയ്യൂ. ഏട്ടാ, അവരൊന്നിനും മടിക്കാത്ത ആൾക്കാരാ. എൻ്റെ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. ഞാൻ പിന്നെ ശിവ വേഗം അവളുടെ വായപൊത്തി. എനിക്കൊന്നും സംഭവിക്കില്ല എൻ്റെ മോൾക്കും. നിന്റെ പ്രാർത്ഥന എന്നോടൊപ്പം ഉള്ളിടത്തോളം കാലം ദൈവം എന്നെ കാത്തോളും. ഏട്ടാ, അവരാരയച്ചതാ? അതൊന്നും എൻ്റെ കുഞ്ഞറിയണ്ട. എല്ലാ ഏട്ടൻ പിന്നെ പറഞ്ഞു തരണ്ട. ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നവരെ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ എങ്ങോട്ടും പോവില്ല. പോരെ? ശക്തി ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവൻ അവളുടെ മുഖമെല്ലാം തുടച്ചു കൊടുത്തു. ചായ കുടിക്കാൻ നമുക്ക്? അവനവളുടെ രണ്ട് കവിൽ അമ്പത്തി ചുംബിച്ചു. ശക്തി അവൻ്റെ താടിയിൽ ചെറുതായി കടിച്ചു. അയ്യേ, എന്തൊരു കട്ട താടി ദേവേട്ട ഇത്. എൻ്റെ വായലൊക്കെ ആയി. എന്താ, ഷേവ് ചെയ്യണോ? അവൻ അവളോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വേണ്ട, എനിക്കിങ്ങനെയാണ് ഇഷ്ടം, എൻ്റെ കട്ട കലിപ്പൻ. അവൻ്റെ മീശി വിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എനിക്ക് എൻ്റെ ഈ താടി മീശി നിൻ്റെ ദേഹത്തോട് ഒഴുകി നടക്കുമ്പോഴുള്ള നിൻ്റെ ആ പിടച്ചിലുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവനവളുടെ കാതോരം പോയി പറഞ്ഞു. അത് കേട്ടത് ശക്തിയുടെ മുഖം ഒന്ന് ചുവന്നു. അവൾ അവനെ മാറ്റി. ഒന്ന് പോയി ദേവേട്ട, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം എന്താ? ശക്തിക്ക് ഭക്ഷണം അവൻ വാരിക്കൊടുത്തു. അപ്പോഴേക്കും പുറത്തു പോയവരൊക്കെ വന്നു. ആഹാ, എൻ്റെ മോളുടെ ദേഷ്യം വാശിയൊക്കെ പോയല്ലോ, പത്മിനി പറഞ്ഞു കേട്ട് എല്ലാവരും ചിരിച്ചു. ശക്തി പകുതി കഴിച്ചപ്പോഴേക്കും അവൾക്ക് വയറിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തായി വേദന തോന്നി. അവളുടെ മുഖം മാറുന്ന കണ്ട് എല്ലാവരും ഒന്ന് പേടിച്ചു. എന്ത് പറ്റി മോള്? ശിവ അവളുടെ അടുത്തേക്ക് ഇരുന്നു. എനിക്ക് വേദന എടുക്കും ദേവേട്ട, എന്തോ കുത്തി പറയുന്ന പോലെ. എനിക്ക് മതി, കഴിക്കാൻ വയ്യ. അവൻ അവളെ നേരെ കിടത്തി. ലക്ഷ്മി വേഗം അവൾക്കുള്ള മരുന്നെടുത്ത് ശിവയുടെ കയ്യിൽ കൊടുത്തു. അവൻ അവളത് കഴിപ്പിച്ചു. വേദന ഉണ്ടോടാ? സാറില്ല, ഇപ്പം മാറിക്കോളൂ. എന്താ മോളെ ഇത്, മരുന്ന് കഴിക്കാൻ ലേറ്റായിട്ടല്ലേ? ശിവയുടെ കണ്ണ് നിറഞ്ഞപ്പോൾ ശക്തിക്കാകെ വല്ലാതെയായി. അവൾ നോക്കിയപ്പോൾ പത്മിനി ലക്ഷ്മിയെല്ലാം പേടിച്ച് കണ്ണ് നിറഞ്ഞിരുന്നു. പത്മിനി അവളുടെ അടുത്തേക്ക് പോയി. ഞാൻ പറഞ്ഞല്ലേ മോളെ, മരുന്നൊക്കെ സമയത്ത് കഴിച്ചില്ലെങ്കിൽ മോൾക്ക് ഇത് മാറില്ല.
എത്ര ആഴത്തിലുള്ള മുറിവാന്നറിയും. ഞങ്ങളുടെ ജീവൻ പോയ പോലെ ആയതാ. എല്ലാം കഴിഞ്ഞുന്ന സമാധാനത്തോടെ വരുന്നേയുള്ളൂ. നീ ഇനി ഒന്നും വരുത്തി വെക്കല്ലേ മോള്. എനിക്ക് സഹിക്കാനാവില്ല. പത്മിനി അവിടെ ഇരുന്ന് കരഞ്ഞു. എന്താ പത്മിനി ഇത്? മോളെ വിഷമിപ്പിക്കല്ലേ? ലക്ഷ്മി പത്മിനിയെ ആശ്വസിപ്പിച്ചു. എനിക്ക് കുഴപ്പമില്ല അമ്മേ. അമ്മ കരയില്ല പ്ലീസ്, എനിക്ക് വിഷമാവും. അത് കേട്ടപ്പോൾ പത്മിനി വേഗം മുഖം തുടച്ചു. ഇല്ലടാ, അമ്മ കരയില്ല കേട്ടോ. അവൾ വേഗം ശക്തിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അത് കണ്ട് ലക്ഷ്മിയും അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. മതി മതി, അവൾക്ക് ശ്വാസം മുട്ടും, ശിവ അവരോട് പറഞ്ഞു. ഓ പിന്നെ, നിനക്ക് മാത്രമേ അവളെ ഉമ്മ വെക്കാൻ പാടുള്ളൂ. ഇവളെ ഞങ്ങളെയും കൂടെ മോളാ. ലക്ഷ്മി പറഞ്ഞു കേട്ട് ശക്തി ചിരിച്ചു. അവളുടെ ചിരിച്ച മുഖം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലൊരു തണുപ്പ് നിറഞ്ഞു.